ഹായ് ഓൾ അസ്സലാമു അലൈക്കും. 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കിയ പരിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആ പരിപ്പ് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അരഞ്ഞ് കുറേ പരിപ്പ് വെച്ചിട്ട് പരിപ്പ് വട ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റാണ്. ഞാനൊരു വലിയ ഉള്ളി കട്ട് ചെയ്തതും 4 പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂട് കാരണം ഇപ്പം വൈകുന്നേരം ചായക്ക് പകരം ഇവിടെ നിന്ന് ഇപ്പോൾ ജ്യൂസാണ് കുടിക്കാറ്. അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ പരിപ്പ് വട ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ജീരകപ്പൊടിയും പെരുംജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിൻ്റെ പൊടിയാണ്. അതിന് ശേഷം ഇട്ട് കൊടുത്തത് ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ പൊടിയാക്കിയിട്ട് വെക്കാറാണ്. ഞാൻ എടുത്തത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ലേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിൽ ആവശ്യത്തിന് എണ്ണ പാർന്നു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇത് മാവിൽ നിന്ന് ഒരു ബോൾസ് രൂപത്തിലെടുത്ത് കൈവെള്ളയിൽ പരത്തിയിട്ട് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ബേക്കറി പോയിട്ട് ചായക്കടി വാങ്ങുന്നതിലും എത്രയോ നല്ലതാണ് നമ്മളെ വീട്ടിലുള്ള സാധനം ഇങ്ങനെ ഓരോ വിധം കടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ആകുമ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയമല്ലേ, ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കടിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു നോക്ക്. ഇതിൻ്റെ കൂടെ എടുക്കുന്ന ജ്യൂസ് സപ്പോട്ട ജ്യൂസാണ്. അനിയത്തിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സപ്പോട്ട ഉണ്ടായിരുന്നു. പോയിട്ട് പറിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. അത് മൊത്തത്തിൽ പഴുപ്പിച്ചെടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ജ്യൂസ് അടിക്കുക ചെയ്യാറ്. സപ്പോട്ട ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടപ്പാലിടണം. കട്ടപ്പാലിട്ടാലാണ് നല്ല കട്ടിയുള്ള ജ്യൂസ് കിട്ടുക. സപ്പോട്ട ജ്യൂസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കണ്ടോക്ക്. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നല്ല. ഈ പരിപ്പ് വടാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പരിപ്പ് വെച്ചിട്ട് പരിപ്പ് വട ഉണ്ടാക്കുക. കടലപ്പരിപ്പ് കൊണ്ട് മാത്രം പരിപ്പ് വട ഉണ്ടാക്കുന്നവരോടാണേ പറയുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ കുറേ പേര് പറയാറുണ്ട് സ്പീഡിൽ പോകുന്നതുകൊണ്ടൊന്നും നീ ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നില്ല എന്ന്. ഫുൾ വീഡിയോ ഇടേണ്ടത്. ഫുൾ വീഡിയോ ഇട്ടിട്ട് ആരും കമൻ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളോട് കഥ പറയാൻ തുടങ്ങിയാൽ എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് തീർന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പരിപ്പ് വട ഉണ്ടാക്കുന്നതിലും പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന പരിപ്പ് വട എങ്ങനെയാണെന്നും കൂടി നിങ്ങൾക്ക് കാണിക്കണ്ടേ. അങ്ങനെ വർത്താനത്തിൻ്റെ നടുക്ക് എൻ്റെ പരിപ്പ് വട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഐസ് കട്ടയിട്ട തേങ്ങയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടെ തന്നെ സപ്പോട്ട ജ്യൂസെല്ലാം പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള സപ്പോട്ട ജ്യൂസാണ്. അതിൽ പോരാത്ത ഐസ് കട്ടിയും ഇടുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ വൈകുന്നേരം ഈ ജ്യൂസ് കുടിച്ചാലും ചായ കുടിക്കാണ്ട് ശരിയാവില്ലപ്പം. ഞാൻ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടി കുടിക്കും, എന്നാലേ ഒരു റാഹത്താവും. ഈ ജ്യൂസിൻ്റെ മേലയിൽ ഞാൻ വിതറി കൊടുക്കുന്നത് പിസ്ത പൊടിച്ചിട്ടാണ്. പിസ്ത എന്ത് നട്സായാലും ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി കടിച്ച് കുടിക്കുമ്പോഴാണ് ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നിങ്ങൾ ഇങ്ങനെ കുടിക്കാറില്ലെങ്കിൽ ഒരു പ്രാവശ്യം കുടിച്ച് നോക്കുക. ഇതിൻ്റെ കൂടെ ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. കൂടെ തന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വൈകുന്നേരത്തെ ചായക്ക് പകരം ജ്യൂസും കടിയാണ്. പരിപ്പോടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കെച്ചപ്പ് ഉണ്ടതിന് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കരുതൂ ഇതൊന്ന് ഇത്രപാട് കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ലേ. വിശക്കൂലപ്പാ. വിശക്കുമ്പോൾ എന്തായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കണ്ടേ. പിന്നെ ചൂട് കാരണം നല്ലോണം വെള്ളം കുടിക്കാനല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ടാങ്കും ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ തിന്നും കുടിച്ചും കഴിഞ്ഞാലും ജോലി പിന്നെയും ബാക്കിയുണ്ട്. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണോ, രാത്രിയത്തെ ഫുഡാക്കണോ, അങ്ങനെ കുറേ പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. എൻ്റെ കഥകൾ ഇനിയും കുറേ പറയാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.